എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും, എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. So this third gospel was written by historian Luke. നമുക്കറിയാം ഈ മൂന്നാമത്തെ സുവിശേഷം രചിച്ചിരിക്കുന്നത് ലൂക്കോസ് എന്ന ചരിത്രകാരനും അതുപോലെ തന്നെ ഒരു വൈദ്യനുമായ ദൈവഭൃത്യനാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം രചിച്ചിരിക്കുന്നത്. ചരിത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ ക്രമമായിട്ട് രേഖപ്പെടുത്തി താൻ ഇത് രചിക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന് ഇതിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ശ്രദ്ധിക്കുക, ജീസസ് വാസ് എ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ. Jesus was born during the time of the emperor Caesar, and Herod was one of the king in Judea, and Quirinius was the governor in Syria. So Jesus was a historical person. He was not a mythological or a legendary figure. That's the reason the Luke was recording all these things in a detailed way. That's the reason he was mentioned the name of the kings and the governors during that time. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെയും ഗവർണർമാരുടെയും ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് താൻ പറയുന്ന ആ കാലഘട്ടത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വി ആർ നോട്ട് സെർവിങ് ഓർ വി ആർ നോട്ട് വർഷിപ്പിംഗ് എ മിത്തോളജിക്കൽ ഓർ എ ലെജൻഡറി ഫിഗർ. വി ആർ സെർവിങ് എ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ. ദാറ്റ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ വിശ്വസിക്കുന്നത് ചരിത്രത്തിൽ വന്ന ഒരു കർത്താവിനെ പറ്റിയാണ്. ചരിത്രത്തിൽ ഉദയം ചെയ്ത് നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവിനെ പറ്റിയാണ്. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹൂദ രാജ്യത്തിലെ രാജാവായിരിക്കുന്ന ഹെരോദ രാജാവിനെ പറ്റിയാണ് ഇതിൻ്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അഥവാ ഒരു കൊട്ടാരത്തോടുള്ള ബന്ധത്തിൽ. സോ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് എ പാലസ്. എന്നാൽ ഇതിലെ ഏറ്റവും ഭൂരിഭാഗം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ സാധാരണക്കാരുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എളിയവരുടെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തെ പറ്റിയാണ് ഒന്നാം അധ്യായം പറയുന്നത്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം എളിയവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഗോസ്പൽ ഓഫ് ലൂക്ക് ഈസ് ദ ഗോസ്പൽ ഓഫ് മാർജിനലൈസ്ഡ് പീപ്പിൾ, അഥവാ എളിയവരുടെ പുസ്തകമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. എളിയവരായിരിക്കുന്ന നമുക്കും ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം ഗ്രഹിപ്പാൻ ഭാഗ്യം ലഭിച്ചത് ഓർത്ത് ഇന്ന് പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സോ ലെറ്റ്സ് ടേൺ അവർ അറ്റൻഷൻ ടു എ സ്ക്രിപ്ചർ പോർഷൻ, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 37 and 38. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് പറഞ്ഞു. And also turn your attention to the Gospel of Matthew chapter 2 verse 24. ജോസഫ് ഉറക്കം ഉണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. When Joseph woke from sleep, he did as the angel of the Lord commanded him. He took his wife. ഇവിടെ നമ്മൾ ഈ ഒന്നാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, 2 കുടുംബങ്ങളുടെ ചരിത്രമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കുടുംബങ്ങൾ, ഒന്ന് സെക്രിയാവിൻ്റെ കുടുംബത്തെ പറ്റിയും മറ്റൊന്ന് ജോസഫിൻ്റെ കുടുംബത്തെ പറ്റിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവം ഇന്നും കുടുംബങ്ങളെ തിരയുന്ന ദൈവമാണ്. സോ ഗോഡ് ഈസ് സീക്കിംഗ് ദ ഫാമിലി. ദൈവം കുടുംബങ്ങളെ തിരയുന്നു. ഇവിടെ ഒരു കുടുംബം വൃത്ത കുടുംബമാണ്, മറ്റൊരു കുടുംബം എന്ന് പറയപ്പെടുന്നത് യൗവന കുടുംബമാണ്. മറിയയുടെ യൗവന കാലഘട്ടത്തിലാണല്ലോ എൻഗേജ്മെൻ്റ് ഒക്കെ നടന്നത്. അപ്പോൾ 2 കുടുംബങ്ങളാണ്. അപ്പോൾ വൃത്ത കുടുംബത്തെയും യൗവനക്കാരുടെ കുടുംബത്തെയും ദൈവം തിരയുന്നു. 400 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തെരച്ചിൽ വന്നത്. നമുക്കറിയാം, മലാക്കി പ്രവാചകൻ്റെ പുസ്തകം തീർത്ത് വെക്കുന്നതിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പുതിയ നിയമത്തിൻ്റെ താളുകളിൽ ഉണ്ടാകുന്നത്. ദൈവം ചില കുടുംബങ്ങളെ ഇന്നും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട 2 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്,
രക്ഷകൻ ജനിക്കാൻ വേണ്ടി ഒരു കുടുംബം, രക്ഷകന് വഴിയൊരുക്കാൻ വേണ്ടി മറ്റൊരു കുടുംബം. അപ്പം ദൈവത്തിന് ഗോഡ് ഈസ് സീക്കിങ് ആൻഡ് സെലക്ടിങ് ദ പീപ്പിൾ ടു ക്യാരി ഹിസ് മിഷൻ. ദൈവം തൻ്റെ ജനത്തെ, കുടുംബത്തെ കാണുകയാണ് തൻ്റെ മിഷൻ ക്യാരി ചെയ്യാനായിട്ട്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ കാലഘട്ടത്തിലും കാണുന്നത് അവൻ്റെ ദൗത്യം ക്യാരി ചെയ്യാൻ വേണ്ടിയാണ്. സോ വി ആർ ദ വെഹിക്കിൾ ആൻഡ് ദ ചാനൽ ഓഫ് ഗോഡ്സ് മിഷൻ. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ മേരി വാസ് ക്യാരിയിങ് ജീസസ് ആൻഡ് പ്രസൻറ്റിങ് ജീസസ് ടു ദ വേൾഡ്. In the same manner, we are also here to presenting Jesus to this world. ഈ ലോകത്തിലേക്ക് യേശുവിനെ പ്രസൻറ്റ് ചെയ്യുവാൻ ഇന്നും കർത്താവ് കുടുംബങ്ങളെ ആഗ്രഹിക്കുകയാണ്. There are different types of family in our culture. There are different types of family in our culture. There are some movie family. There are some sports family. There are some music family. There are some godly family. There are some same-sex family. There are some single parenting family. There are some dink and dins family. Dink means double income, no kids, double income, no sex. So there are different types of family in our culture. But here we can see that there is a family that is a godly family. ദൈവം ഇന്നും ദൈവിക കുടുംബങ്ങളെ അവർക്ക് പരാജയങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പോരായ്മകളുണ്ട്. എലിസബത്തിൻ്റെയും സക്കറിയാവിൻ്റെയും കുടുംബത്തിൽ ഇംപെർഫെക്ഷൻസുകളുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ ചില ഇടർച്ചകളും തകർച്ചകളും ഒക്കെയുണ്ട്. മറിയയുടെയും അല്ലെങ്കിൽ ജോസഫിൻ്റെയും ഒക്കെ അവരെ ചിലപ്പോൾ ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അവരുടെ ഏജിൻ്റെ അകത്ത് ചില ക്ലാഷുണ്ട്. എങ്കിൽ പോലും ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിലും ദൈവിക കുടുംബങ്ങളിലും ഇംപെർഫെക്ഷനുകൾ ഉണ്ട്. The godly family is not always a perfect family, but God is seeking the godly family. എല്ലാവരും പെർഫെക്റ്റ് ആകണമെന്നില്ല, പക്ഷെ ദൈവം ചിലതിനെയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചില പ്രിയപ്പെട്ടവരെ ഈ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ താളുകളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്കറിയാം എലിസബത്ത് മച്ചി എന്നുള്ള ആ ഒരു നാമം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവർ വേദനയിൽ കടന്ന ഒരു ഇംപെർഫെക്ഷൻ ആയിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ആ കുടുംബ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഓരോ കാലഘട്ടം ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിലും യഹോവ വീട് പണിയാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ആരെല്ലാം എതിർത്താലും ദൈവം പണിയുക തന്നെ ചെയ്യും. യഹോവയാണ് വീട് പണിയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വീടിൻ്റെ പണികൾ. ഇന്ന് പകൽക്കാലം ദൈവം പണിയുന്ന ചില വീടുകൾ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ ദൈവമുള്ള കുടുംബങ്ങളാക്കി തീർക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ ദൈവമാണ് ഉണ്ടാകേണ്ടത്. യഹോവ വീട് പണിയുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ മേൽ പകരട്ടെ. നമുക്കറിയാം ഈ വേദഭാഗം ഞാൻ പലപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയയ്ക്ക് പ്രത്യക്ഷമാകുന്ന സംഭവമാണ് നമ്മളിവിടെ വായിച്ചു കേട്ട വേദഭാഗം. ആ ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ മറിയ പറയുന്ന ഭാഗമാണ്, ഐ ആം ദ സെർവൻറ്റ് ഓഫ് ദ ലോർഡ്, ലെറ്റ് ഇറ്റ് ബി ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. നിന്റെ വാക്കുപോലെ കൃപ ലഭിച്ചവളെ എന്നൊക്കെയുള്ള ആ സംബോധനയോടുകൂടിയാണ് ഈ വേദഭാഗം ആരംഭിക്കപ്പെടുന്നത്. എന്നാൽ ഇവൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപ എന്ന് പറയപ്പെടുന്നത് വലിയൊരു അപമാനമേൽക്കപ്പെടേണ്ട ഒരു കൃപയാണ്. കാരണം അന്നത്തെ പൊതുസമൂഹം തന്നെ തെറ്റിദ്ധരിക്കാൻ പോകുകയാണ്. അന്നത്തെ മതസമൂഹം തനിക്ക് ശിക്ഷ അർപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാത്തിലും മുതിരായിട്ട് താൻ ഡേറ്റിംഗ് കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി കൂടെയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടാകാൻ പോകുന്ന ആശങ്കകൾ അതിലും ഉപരിയാണ്. അപ്പോൾ കൃപ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ദൂതൻ പറഞ്ഞാലും അതിൻ്റെ മുൻപിൽ ബുദ്ധിപരമായൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ ചുമതലയാണ്. എന്നാൽ ഈ താൻ ബുദ്ധിപരമായി മറ്റുള്ളവരോട് നമ്മളൊരു കാര്യത്തിനൊരു അഭിപ്രായം, പ്രത്യേകിച്ച് വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2-3 പേരോടൊക്കെ ചോദിച്ചിട്ടേ നമ്മളെ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ പേരിൽ ബുദ്ധിപരമായ തീരുമാനമെടുക്കേണ്ടതിൻ്റെ പേരിൽ തൻ്റെ ഭാവിക്ക് വേണ്ടിയോ തൻ്റെ കുടുംബത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയോ അല്ല, പക്ഷേ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ താൻ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ചിലപ്പോൾ ആശങ്കകൾ ഉണ്ടാകാം, സംശയങ്ങൾ ഉണ്ടാകാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ
ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അവൾ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്നുള്ള വാക്കിൻ്റെ മുൻപിൽ അവൾ സമർപ്പിക്കപ്പെടുകയാണ്. അവൾ കടന്നു പോകുന്ന വഴിത്താര എന്ന് പറയുന്നത് വലിയൊരു കനൽ വഴിയാണ്. അവളുടെ മനസ്സിലുണ്ടാകാൻ പോകുന്ന വ്യാകുലത എന്ന് പറയപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിട്ടുള്ള വ്യാകുലതകളാണ്. വരുന്ന ദിവസങ്ങളിൽ അവൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പോകുകയാണ്. സമൂഹത്തിൻ്റെ മേൽ അവൾക്ക് ലജ്ജയായിട്ടുള്ളൊരു വിഷയവുമായിട്ട് അൺവെഡ് പ്രഗ്നൻസിയാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. സമൂഹത്തിൻ്റെ മുൻപിൽ കന്യകയായിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പ്രദേശത്തു കൂടെ നടക്കുക എന്ന് പറയപ്പെടുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ആലലി അവരുടെ സമൂഹത്തിൽ അതൊരു നല്ലൊരു കാര്യമല്ല. അങ്ങനെ ഉണ്ടാകുന്ന വിഷമകരമായിരിക്കുന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള എല്ലാവരുടെയും മനസ്സിൽ ഡൗട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാനായിട്ട് തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ കടന്നുപോയ വേദനകൾ നമുക്കറിയാം. ഇവിടെ നിന്ന് അവൾ യാത്ര ചെയ്തു പോകുന്ന പല ഭാഗങ്ങളുമുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും അവൾ കർത്താവിൻ്റെ വാക്കിനനുസരിക്കുകയാണ്. അതിലുമുപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ കൂടെ ഉണ്ടാകാൻ പോകുന്ന വലിയ വലിയ പ്രയാസങ്ങൾ. ജോസഫ് അസ്വസ്ഥനായി. അതാ മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ജോസഫ് ഡിവോഴ്സിൻ്റെ വാക്കിലെത്തി നിൽക്കുകയാണ്, അല്ലേ? ഹി വാസ് അബൌട്ട് ടു ബ്രേക്ക് ദാറ്റ് എൻഗേജ്മെൻറ്റ്. അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു കുടുംബബന്ധം തന്നെ ഇനി, കാരണം ആ കുടുംബം ഇനി തകരാൻ പോകുകയാണ്. നമുക്കറിയാം ആ സൊസൈറ്റിയിൽ അറിയപ്പെട്ട ഒരു എൻഗേജ്മെൻറ്റും എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണിത്. അപ്പോൾ ആ കുടുംബം തകരാൻ പോവുകയാണ്. കാരണം ജോസഫിൻ്റെ ചിന്താധാര അനുസരിച്ച് ആരാൻ്റെ കുഞ്ഞ് മറിയയുടെ വയറ്റിൽ വളരുന്ന ഒരു സംഭവമാണ് ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ ചേർത്തുകൊള്ളുവാൻ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അന്ന് പല പ്രിയപ്പെട്ടവരും ചെന്ന് മറിയ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മൾ വിശ്വസിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം ഇതുവരെയും ഈ കാലഘട്ടത്തിലോ ചരിത്രത്തിലോ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവം വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ മറിയയ്ക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയും? അങ്ങനെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ചെന്ന് ദൈവമാ പറഞ്ഞത്, ഏഞ്ചൽ ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനും, നിങ്ങൾ ഉറങ്ങുകയാണോ? ബോധമുള്ള ഒരു ചെറുപ്പക്കാരനും വിശ്വസിക്കത്തില്ല. കാരണം അതുകൊണ്ടാണ് ഹീ ടുക്ക് എ ഗ്രേറ്റ് ഡിസിഷൻ ടു ബ്രേക്ക് ദാറ്റ് എൻഗേജ്മെൻറ്റ്. ഡിവോഴ്സ് ചെയ്തേക്കുവാനായിട്ട് നമ്മൾ പല ആലോചനകൾ പറഞ്ഞാലും ചിലപ്പോൾ ഒന്നും വിജയിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനോട് ഇടപെട്ടു. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും മണ്ടത്തരമായിരിക്കും. കാരണം ഇവർ രണ്ടുപേരും റൈറ്റാ, അല്ലേ? ഇവർ രണ്ടുപേരിലും തെറ്റില്ല. കാരണം ഒരാളോട് ദൈവമാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ദൂതനാ പറഞ്ഞത്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, നിന്നിൽ വിശുദ്ധ പ്രജ ഉത്ഭവിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഒരു പെൺകുട്ടി മനസ്സ് തുറന്ന് ഹൃദയംഗമായിട്ട് സമർപ്പിച്ചതാണ് അവൾ തെറ്റുകാരിയല്ല. ജോസഫ് തെറ്റുകാരനാണോ? ജോസഫും തെറ്റുകാരനല്ല. അവൻ്റെ കണ്ണിൽ നിന്ന് നോക്കുന്ന സന്ദർഭത്തിൽ അവൻ കാണുന്നത് ആ പെൺകുട്ടി ഗർഭവതിയായിരിക്കുന്നു എന്നുള്ളത്. കാരണം ചരിത്രത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകും? സോ ബോത്ത് വർ ഇന്നസെന്റ്. മിക്കവാറും എല്ലാ വിവാഹബന്ധങ്ങളുടെയും ഡിവോഴ്സുകളുടെയും ഒക്കെ കേസിൽ രണ്ടുപേരും ആർഗ്യൂ ചെയ്യുമ്പോൾ രണ്ടുപേരും കറക്റ്റാ, ഇല്ലേ? രണ്ടുപേരും തെറ്റുകാരല്ല. അവർക്ക് അവരുടേതായിരിക്കുന്ന ആർഗ്യുമെൻ്റ് കൊണ്ട്, പേഴ്സ്പെക്റ്റീവ് കൊണ്ട് കറക്റ്റായിരിക്കാം. എന്നാൽ ദൈവം ഇടപെട്ടാൽ, ദൈവം സംസാരിച്ചാൽ, ദൈവം ആലോചന കൊടുത്താൽ അത് മറ്റെല്ലാ കൗൺസിലിങ്ങിനെക്കാട്ടും നല്ലതാണ്, മറ്റെല്ലാ കമ്മ്യൂണിക്കേഷനെക്കാട്ടും നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ജോസഫ് ടെൻഷനിലായിരുന്നു. ജോസഫ് ഉറക്കമുണർന്നു. ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു, അവളെ ചേർത്തുകൊണ്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടെ, ദൈവമാണ് പലതും പണിയേണ്ടത്. So home is the place for the healing process. You may get the wounds from church, you may get the wounds from school, you may get the wounds from your workplace, but the home is the healing place. നമ്മുടെ വേദനകളെ പരിഹരിക്കപ്പെടേണ്ട സ്ഥലം എന്ന് പറയപ്പെടുന്നത് ഭവനാന്തരീക്ഷമാണ്. So our celebration will start from the home, not from the bar or from the club. നമ്മൾ സെലിബ്രേഷൻ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും, ലോകത്തിലുള്ള ആളുകൾക്കും എല്ലാം ഇഷ്ടം എന്ന് പറയപ്പെടുന്നത് എവിടെയെങ്കിലും ബാറിൽ പോവുക, ക്ലബ്ബിൽ പോവുക എന്നുള്ളതാണ്.
Home is the right place for the healing process. Home is the great shock absorber and the sanctuary for the celebration. അപ്പോൾ ഒരു കുടുംബമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഹീലിംഗ് പ്രോസസ്സുകൾ നടക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ചിലതിൻ്റെ മേലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടാണുണ്ടല്ലോ, ദൈവം പറഞ്ഞാലുണ്ടല്ലോ, അതെല്ലാം ശാന്തമാകും, സമാധാനമാകും, കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതുവരെയും വിചാരിച്ചിട്ടില്ലാത്ത ടെൻസ്ഡായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ മേലൊക്കെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവർ, എത്ര ദുരിതപൂർണമായിരിക്കുന്ന, ദൗർഭാഗ്യകരമായിരിക്കുന്ന, ചിന്തിച്ചാൽ ഒരു അറ്റവും കിട്ടാത്ത വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ, ദൈവം ഇടപെട്ടാൽ കാര്യങ്ങളെ സുഗമമാക്കി നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്തോത്രത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. So family is an adventurous journey. It's a risky business. കുടുംബം എന്ന് പറയപ്പെടുന്നത് ഒരു അഡ്വഞ്ചറസ് ജേർണിയാണ്. ഇറ്റ്സ് നോട്ട് ഈസി. ഇതിൻ്റെ അകത്ത് ദൈവം സഹായിച്ചില്ല എങ്കിൽ ഏത് മിടുക്കനും തകരും. ദൈവത്തിൻ്റെ കൃപയില്ല എങ്കിൽ ഇതിനെ മുമ്പോട്ട് ഇതൊരു നമ്മുടെ ഒരു ഓട്ടോറിക്ഷ പോലൊക്കെയാണ്. ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ യേശുവിനെ അങ്ങിരുത്തണം, നിങ്ങൾ ബാക്കിൽ അങ്ങിരുന്നേക്കണം. ഒത്തിരി ചെന്ന് ചാടുകയും മറിയുകയും ഒക്കെ ചെയ്യും, പക്ഷേ ഫ്രണ്ടിലിരിക്കുന്ന ആൾ കറക്റ്റ് അങ്ങ് ഓടിച്ചു പോയി അത് കർത്താവിൻ്റെ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ പുറകിൽ നിന്ന് ഇച്ചിരി അടിക്കും കട്ടറിലൊക്കെ എടുത്ത് ചാടുകയൊക്കെ ചെയ്യും, ബട്ട് ദാറ്റ്സ് ഓക്കെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെ കർത്താവ് ക്രമീകരിക്കും. അവൻ്റെ കയ്യിൽ സ്റ്റിയറിങ് കൊടുക്കണം. ഹീ ഈസ് ദ ബെസ്റ്റ് മാനേജർ. ഹീ മാനേജ് എവറിത്തിങ് ഇൻ എ മീനിങ് ആൻഡ് ഇൻ എ പ്രോപ്പർ വേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ കാര്യങ്ങളെ കർത്താവ് ക്രമീകരിക്കപ്പെടുവാനായിട്ട് ഇടയാകും. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ വാർത്ത കേട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് വളരെയധികം വേദനയുണ്ടായി. കാരണം കർത്താവിൻ്റെ ദാസി വാക്കുപോലെ ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത ദിവസം ജീവിക്കേണ്ടതാണ് അല്ലേ. തീരുമാനമെടുത്തു, അല്ലെങ്കിൽ കൈവൊക്കി തീരുമാനമെടുത്തു, കർത്താവേ ഞാൻ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുണ്ടാകുന്ന ഒത്തിരി ഡൗട്ടുകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ടെൻഷൻസ്, ഉണ്ടായ സ്വപ്നങ്ങളുടെ റിയാലിറ്റി ഇല്ലേ. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒത്തിരി സ്വപ്നവുമായിട്ടാണ് വരുന്നത്. പക്ഷേ മറിയ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കാത്തുകൊണ്ടാണ് ഈ വിവാഹത്തിനൊക്കെ തയ്യാറായത്. ഈ സ്വപ്നങ്ങളൊന്നും പൂവണിയാനായിട്ട് പോകത്തില്ലല്ലോ, ആ ചെറുപ്പക്കാരൻ എങ്ങനെ കാണും എന്നൊക്കെയുള്ള വലിയ ടെൻഷനിലാണ് ഈ പെൺകുട്ടി. ഇനിയും നാട്ടുകാരുടെ മുൻപിൽ വിസിബിളായിട്ട് ഇവിടെ പ്രഗ്നൻസി കാണത്തക്ക രീതിയിൽ എല്ലാവരും കാണുകയും ചെയ്യും. നാണംകേടാണ്. ഇറ്റ്സ് എ ഷെയിംഫുൾ അല്ലേ. ഒരു കമ്മ്യൂണിറ്റിയിലാണ്, അമേരിക്കയിലൊന്നുമല്ല, നസറത്ത് എന്ന് പറയുന്നത് കൊച്ചു ഗ്രാമമാണത്. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇവിടെ ആണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് നസറത്ത് എന്ന് പറയപ്പെടുന്നത് കൊച്ചു ഗ്രാമമാണ്. അതുകൊണ്ട് ഈ ഒത്തിരി ടെൻഷൻസിലാണ് ഈ പെൺകുട്ടി പോകുന്നത്. ഒത്തിരി പ്രയാസത്തിലാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താനെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് പറഞ്ഞു എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ. ദൈവകൃപ പ്രാപിച്ച ആളുകൾക്ക് ഒരു കൂട്ടായ്മ വേണം. ജീവിതത്തിൻ്റെ ടെൻഷനുകളിൽ കൂടെയൊക്കെ കടന്നു പോകും നമ്മളെല്ലാവരും. പക്ഷേ നമുക്കൊരു നല്ല സുഹൃത്ത് വേണം. ഡു യു ഹാവ് എ ഗുഡ് ഫ്രണ്ട്സ്? ഡു യു ഹാവ് എ ഗുഡ് മെൻറ്റർ ഇൻ യുവർ ലൈഫ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. നമുക്കൊരു നല്ല ഫ്രണ്ടും നല്ല മെൻറ്ററും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ ടെൻഷൻ്റെ സമയങ്ങളിൽ എപ്പോഴും ദൈവം വന്ന് നമ്മളോട് പറഞ്ഞു എന്ന് വരത്തില്ല. പക്ഷേ യു നീഡ് എ ഫ്രണ്ട്. ഇവിടെ പ്രായമുള്ള ഈ മാതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് പോവുകയാണ്. ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പോകുകയാണ്. ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്കെല്ലാവർക്കും കൂട്ടായ്മ ആവശ്യമാണ്. ദൈവകൃപ കർത്താവിനെ ഹൃദയത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൂട്ടായ്മ ആവശ്യമാണ്. ഇവിടെ മറിയ അസ്വസ്ഥയാണ്, എലിസബത്തും അസ്വസ്ഥതയാണ്. കാരണം ഈ പ്രായമായ സന്ദർഭത്തിൽ ഉണ്ടായ ലജ്ജാകരമായിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ മധ്യത്തിൽ അവളും അല്പം ലജ്ജയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും കൂട്ടായ്മ. അപ്പം ദൈവകൃപയുള്ള പ്രിയപ്പെട്ടവർ തമ്മിൽ ഒക്കണം. ഏകദേശം 130 മൈൽ നടന്നാണ് ഈ പെൺകുട്ടി അവിടെ ചെല്ലേണ്ടത്. എത്ര നിങ്ങൾ ഓർക്കണം, ഈ മറിയ നസ്രേത്തിൽ നിന്ന് യഹൂദ മലനാട്ടിലേക്ക് 150, പിന്നീട് ഈ നസ്രേത്തിൽ നിന്ന് ജോസഫുമായിട്ട് 150 മൈലോളം ബെത്ലഹേമിൽ പേര് ചേർത്താനായിട്ട്. വെക്കേഷന് പോയതൊന്നുമല്ല, ഇന്നത്തെ പോലെ നല്ല കാറും ഒന്നുമില്ല. മലനാട്ടിൽ കൂടെ പോകാമെന്ന് പറയപ്പെടും 150 മൈലാണ് നസ്രേത്തിൽ നിന്ന്
ബത്ലഹേം, നസറത്തിൽ നിന്ന് യഹൂദ മലനാട്. ഇനിയും ഈ പേര് ചാർത്തലെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോരക്കുഞ്ഞുമായിട്ട് 300 മൈലാണ് ഈജിപ്തിലേക്ക് ഓടിപ്പോയത്. അപ്പം നിങ്ങൾ ഏകദേശം ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു ഞാനീ പറഞ്ഞത്. നമ്മുടെ പോഷയിലും മസ്രാഡിയയിലും ഒന്നും അല്ല അവർ പോയത്. അപ്പോൾ ഇത്രയും ടെൻഷൻ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പം അവർ പരസ്പരം കണ്ടപ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, മറിയ അങ്ങനെ ചെന്ന സന്ദർഭത്തിൽ എലിസബത്തിനെ കണ്ടപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവർ പരസ്പരം ആദരിക്കുകയാണ്. മറിയ കണ്ടപ്പോൾ തന്നെ മറിയ എഴുന്നേറ്റ് അവിടെ ചെന്ന സന്ദർഭത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എലിസബത്തിനെ കണ്ടപ്പോൾ മറിയ വന്ദനം ചൊല്ലിപ്പോൾ ഏകദേശം 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നടന്നു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമതായിട്ട് മറിയയോട് എലിസബത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ, എലിസബത്ത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബ്ലസ്ഡ് ആർ യു എമംഗ് വുമൺ, നീ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഇറ്റ്സ് ആൻ അപ്രീസിയേഷൻ. വെൻ യു മീറ്റ് ദ പീപ്പിൾ യു നീഡ് ടു അപ്രീഷിയേറ്റ് ദ പീപ്പിൾ. 2 പേരെ കാണുമ്പോൾ നമ്മൾ കാണേണ്ടത്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഒരു മാതാവിൻ്റെയും ഒരു പെൺകുട്ടിയുടെയും തമ്മിലുള്ള ആ കണ്ടുമുട്ടലിൻ്റെ മധ്യത്തിൽ ആ മാതാവ് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. സോ യു നീഡ് ടു അപ്രീഷിയേറ്റ് അതേഴ്സ്. നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അടുത്തത് എന്ന് പറയപ്പെടുന്നത്, why is this granted to me that mother of my Lord should come to me? എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് എവിടെ നിന്ന് മാനം? റെസ്പെക്ട് അതേഴ്സ്. And Elizabeth was proud about Mary. 2 പ്രിയപ്പെട്ടവർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകേണ്ടത് മറ്റുള്ളവനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇവിടെ 2 പ്രിയപ്പെട്ടവർ കണ്ടുമുട്ടിയപ്പോൾ അവർക്കുണ്ടായത് എന്ന് പറയപ്പെടുന്നത് റെസ്പെക്റ്റ് ചെയ്യുവാൻ. തന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞതാണ്, തന്നെക്കാട്ടിലും ആത്മീയ നിലവാരം ഒരു തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പുരോഹിതൻ്റെ ഭാര്യയ്ക്കാണ് ആത്മീയ നിലവാരം കൂടുതലുള്ളത്. എന്നിട്ട് പോലും ഈ പെൺകുട്ടിയുടെ മുൻപിൽ പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഐ അപ്രീഷിയേറ്റ്, യു ആർ സോ ബ്ലസ്ഡ് വുമൺ ഇൻ ദിസ് വേൾഡ്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ വരുവാൻ എനിക്ക് മാനമുണ്ടായി. അതും എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വന്നല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നത്. അങ്ങനെ ഇവർ വന്നിട്ട് പറയുകയാണ്. എന്നിട്ട് അത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായത് സന്തോഷമാണ്. When the sound of your greeting came to my ears, the baby in my womb leaped for joy. 2 പ്രിയപ്പെട്ടവരുടെ കൂട്ടായ്മയിൽ ഉണ്ടാകേണ്ടത് സ്നേഹവും സന്തോഷവുമാണ്. നമ്മുടെ കൂടിവരവുകളിൽ നമുക്കത് ഉണ്ടാകുന്നുണ്ടോ? ഇതൊരു ബൈബിൾ സ്റ്റഡി കൂടിയല്ലേ. നമ്മുടെ കൂടിവരവുകളിൽ നമുക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നുണ്ടോ? അല്ല മറ്റുള്ള പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന 2 പ്രിയപ്പെട്ടവരുടെ കൂടിവരവുകളിൽ അപവാദ പ്രചരണങ്ങളും വ്യക്തിഹത്യകളും അതുപോലെ തന്നെ വിദ്വേഷങ്ങളും ഒക്കെയാണോ? മറ്റു പ്രിയപ്പെട്ടവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവരുടെ നടപ്പിലും നോട്ടത്തിലും വാക്കുകളിലും ഉണ്ടാകുന്ന വൈകല്യങ്ങളാണോ നമ്മുടെ ചിന്തകൾ? ഇവിടെ ശ്രദ്ധിക്കുക, എലിസബത്തും മേരിയും തമ്മിലുള്ള കണ്ടുമുട്ടലുകളിൽ അവരിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ പരസ്പരം അംഗീകരിച്ചു, ആദരിച്ചു. ദൈവകൃപയുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് സംഗമിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് കൃപാവരങ്ങളുടെ ജ്വലനമാണ്. ഉണ്ട്. അപ്പം കൃപാവരങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ അഥവാ ആത്മാവിൻ്റെ പ്രകാശനം ലഭിച്ച പ്രിയപ്പെട്ടവർ അത് പൊതുപ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കണം. ഇവിടെ 2 പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കണ്ട സന്ദർഭത്തിൽ അവരിലുണ്ടായിരുന്ന ആത്മപ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് ഉപകരിക്കത്തക്ക രീതിയിൽ അവരുടെ സംഗമത്തെ അത് പ്രയോജനപ്പെടുത്തിയെങ്കിൽ അത് അവരുടെ സംഗമം ഒരു സുവാർത്തയുടെ പ്രഘോഷണമായി തീരത്തക്ക രീതിയിൽ, ആ മറിയ അന്ന് ഒരു നല്ല ഗാനം പാടത്തക്ക രീതിയിൽ അവരുടെ കൃപാവരങ്ങളുടെ ജ്വലനം പൊതുപ്രയോജനത്തിനായിട്ട് ഉപയോഗിച്ചു. അതാ പിന്നീട് കാണുന്ന പാട്ട്, താഴോട്ടുള്ള പാട്ട് അവിടെ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ പാടുകയാണ്. എന്താ പറയപ്പെടുന്നത്? മേരി വാസ് ഡിക്ലെയറിങ് അബൌട്ട് ഹൂ ഈസ് മൈ ഗോഡ്, വാട്ട് ഹി ഡിഡ് ഇൻ മൈ ലൈഫ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ മറിയം വിവരിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് വിവരിക്കുന്നത്? ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. 46 മുതലുള്ള ഒരു പാട്ടാണ്.
ഇവരുടെ രണ്ടുപേരുടെയും സംഗമത്തിൻ്റെ ശേഷത്തിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും കാര്യങ്ങൾ പറഞ്ഞ് 3 മാസം അവരൊരുമിച്ചുള്ള കൂട്ടായ്മയുടെ മധ്യത്തിൽ അവരുടെ ഇടയിൽ നിന്നും അവരുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടായി വന്ന നല്ല സങ്കീർത്തനമുണ്ടല്ലോ, സുവിശേഷമുണ്ടല്ലോ, അതൊരു പാട്ടായി മാറപ്പെടുകയാണ്. ആ പാട്ടിൽ നിന്ന് ഉള്ളടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണ് എന്ന. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒത്തിരി പദപ്രയോഗങ്ങളുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദപ്രയോഗങ്ങളിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവിൽ സന്തോഷിക്കുന്നു. ബിക്കോസ് മൈ ലോർഡ് ഈസ് മൈ സേവിയർ. എൻ്റെ ദൈവം എൻ്റെ രക്ഷകൻ ആണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 49 വരുമ്പോൾ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹീ ഈസ് എ പവർഫുൾ ഗോഡ്. ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. ഹിസ് മേഴ്സി ഈസ് ഫോർ ദോസ് ഹൂ ഫിയർ ഹിം. മൈ ലോർഡ് ഈസ് എ മേഴ്സിഫുൾ ലോർഡ്. എൻ്റെ ദൈവം കരുണയുള്ള ദൈവമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും അങ്ങനെ താഴോട്ടുള്ള വഴികളിൽ ഓരോ ഇടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹി ഈസ് എ കമ്പാഷനേറ്റ് ഗോഡ്. ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. കാരണം അവൻ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. അവൻ എന്നും കരുണ ഓർക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഹി ഈസ് എ പവർഫുൾ ഗോഡ്. ഹി ഈസ് എ സേവിയർ. ഹി ഈസ് എ merciful God. He is a compassionate God. He is here in this morning to bless you. Hallelujah. എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു. This God is making changes in our life. Hallelujah. There is a moral, hallelujah, revolution over here. അവിടെ സംഭവിക്കുന്നത് എന്താ? ഹൃദയ വിചാരത്താൽ അഹങ്കരിച്ച പ്രിയപ്പെട്ടവരുടെ മേൽ അവിടെ വലിയ മാറ്റമുണ്ടാകുകയാണ്. God is changing the moral situations of the life of the people through the birth of Jesus Christ. യേശുവിൻ്റെ ജനനം മുഖാന്തരം മോറൽ സ്റ്റാൻഡേർഡ് മാറുകയാണ്. ആൻഡ് ഓൾസോ ജീസസ് ഈസ് ചേഞ്ചിങ് ദ സോഷ്യൽ സ്റ്റാൻഡേർഡ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉന്നതന്മാരെ താഴ്ത്തിയിട്ട് താഴ്ന്നവരെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കൃപ ഇതുവരെയും ചരിത്രത്തിലില്ല. എല്ലായിടത്തും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉയർന്നിരിക്കുമ്പോൾ here we can see that Jesus came into this world changing the social situation of the world. ഉയർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ താഴ്ന്ന നിലവാരത്തിലേക്കും താഴ്ന്നവരെ ഉയർന്ന നിലവാരത്തിലേക്കും കൊണ്ടുവരേണ്ട ഒരു ദൈവകൃപയാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് there is an economical change, economic revolution comes over there. വിശന്നിരിക്കുന്നവർക്ക് നന്മകളാൽ നിറച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. God is changing our economic situation. How many of them are able to say hallelujah, praise the Lord in this morning? Because Jesus came in this world changing the moral situation, social situation and the economic situation, because we are serving a powerful Savior and the Redeemer. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ കർത്താവ് പകരുന്നതിനായിട്ട് സ്തോത്രം. Here we can see that Mary said, Lord, I am the servant. Let it happen in my life. കർത്താവ് തന്നോട് അരുളിച്ചെയ്തത് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.